പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് വചനത്തെ ധ്യാനിക്കുന്നു. ഇന്ന് പകൽക്കാലം 5 അപ്പത്തെ വാഴ്ത്തി 5000 പുരുഷന്മാർക്ക് കൊടുത്ത് ശേഷം 12 കൊട്ടയിൽ നിറച്ച് തൃപ്തിയാക്കി വിട്ടതുപോലെ ഇന്ന് പകൽ തിരുവചനത്തിനകത്തൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ തൃപ്തരാക്കി പറഞ്ഞയക്കുമാറാകണമേ. വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വെളിപ്പെടട്ടെ. അവൻ വചനമയച്ച് സൗഖ്യമാക്കി ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നു. അപ്രകാരം തന്നെ ഇന്ന് പകൽക്കാലം സംഭവിക്കട്ടെ. വലിയ വിടുതലുകൾ, ദൈവമഹത്വം വെളിപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ദൈവവചന കേൾവിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഭാരാധനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ദൈവവചന കേൾവി. ദൈവത്തിന് നമ്മൾ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നു, അത്രത്തോളം പ്രാധാന്യം ദൈവവചനത്തിനുണ്ട്. ആമേൻ. അതുകൊണ്ട് നമ്മളിപ്പോൾ ദൈവവചനത്തെ കേൾക്കാൻ പോവുകയാണെന്ന്, വചനത്തെ കേൾക്കാൻ പോവുകയാണെന്ന് വിശ്വസിച്ചാൽ നമ്മൾ കേട്ടാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തെ നമ്മൾ കേൾക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. വചനം ജഡമായി തീർന്നു. ആമേൻ, ആമേൻ, ആമേൻ. ആ ജഡമായി തീർന്ന വചനത്തെ ഇന്ന് പകൽക്കാലം നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നു. പക്ഷേ കേൾക്കുന്നതിന് ഞാൻ ഈ എൻ്റെ മെസ്സേജിനകത്ത് കയറുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദൈവവചനത്തെ ശുശ്രൂഷിക്കാൻ. അത് എത്ര സമയം കിട്ടിയാലും എനിക്ക് ശുശ്രൂഷിക്കാം. വചനത്തെ ശുശ്രൂഷിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വചനത്തിനകത്തൊരു വാക്കുണ്ട്, 2 വാക്യങ്ങളുണ്ട്. സഹോദരി ഇപ്പം അത് സ്ക്രീനിൽ നിന്ന് അവൻ ഇങ്ങനെ ഇടും. ഒന്ന് നിങ്ങളൊന്ന് വായിച്ചോണ്ട്. ലൂക്കോസിന് സുവിശേഷം 8-ാം അധ്യായം 18-ാമത്തെ വാക്യം. ലൂക്കോസിന് സുവിശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നുവെന്ന് കർത്താവ് സൂക്ഷിക്കാൻ പറഞ്ഞൊരു കാര്യമാണ്. എന്താണ് സൂക്ഷിക്കുക? എന്ത് സൂക്ഷിക്കണം? എങ്ങനെ കേൾക്കുന്നുവെന്ന് എന്ന് പറഞ്ഞാൽ, അപ്പം വചനത്തെ കേൾക്കേണ്ടതിനൊരു രീതിയുണ്ട്. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നുവെന്ന് സൂക്ഷിച്ചു കൊള്ളണം. ഒന്നുകൂടെ വായിച്ചേ അടുത്ത വാക്യം. മർക്കോസിന് സുവിശേഷം 4-ാം അധ്യായം 28-ാമത്തെ വാക്യം. ഈ വേർഡ് മറക്കരുത്. 4:24. നിങ്ങൾ എന്ത് കേൾക്കുന്നത് എന്ത് എന്ന് മതി. യേശു കർത്താവ് പറഞ്ഞ 2 കാര്യമാണ് സൂക്ഷിക്കാൻ പറഞ്ഞു. എന്തൊക്കെ സൂക്ഷിക്കണം? ഭയങ്കര നമ്മൾ നോക്കും. ഈ വ്യത്യാസം കണ്ടുപിടിക്കാൻ പറഞ്ഞതുപോലെ ഈ വാക്യത്തിനകത്ത് 2 വാക്യങ്ങൾ വായിച്ചു, ലൂക്കോസിലും മർക്കോസിലും. ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എങ്ങനെ കേൾക്കുന്നു, എന്ത് കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ കേൾക്കുന്നു, അത് 2 സൂക്ഷിച്ചോണം. എങ്ങനെ കേൾക്കുന്നു ഒന്ന് ചേർന്ന് പറഞ്ഞേ ജിൻജോ ബ്രദറെ. എങ്ങനെ കേൾക്കുന്നു, എന്ത് കേൾക്കുന്നു. എങ്ങനെ കേൾക്കുന്നു, എന്ത് കേൾക്കുന്നു. ഇത് 2ഉം ഇമ്പോർട്ടൻ്റ് ആണ്. സൂക്ഷിക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം സൂക്ഷിച്ചോണേ. ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ സൂക്ഷിച്ചോണേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? എന്തോ ഒരു അപകടം അതിനകത്തുണ്ട്. നമ്മൾ നാട്ടിലൂടെ റോഡ് ബോപ്പും കടും അപകടമായ വളവ് സൂക്ഷിച്ച് വാഹനം ഓടിക്കുക. സൂക്ഷിക്കുക. ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഒരു മുന്നറിയിപ്പ് എന്തിനാണ് കൊടുക്കുന്നത്? ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചോളാൻ. കാരണം നമ്മുടെ അശ്രദ്ധ കൊണ്ട് അപകടം ഉണ്ടാകരുത്. ചേർന്ന് പറഞ്ഞേ, വചന കേൾവിയും വളരെ ശ്രദ്ധിച്ചു വേണം. ഞങ്ങൾ എൻ്റെ കൂടെ ഇല്ല. വചന കേൾവി എന്ത് ചെയ്യണം? ഞാൻ വചനം പഠിപ്പിക്കും. ഇത് നിങ്ങൾ കേട്ടേ പറ്റത്തുള്ളൂ. വചന കേൾവി എന്ത് ചെയ്യണം? എങ്ങനെ കേൾക്കണം, എന്ത് കേൾക്കണം. എങ്ങനെ കേൾക്കണം, എന്ത് കേൾക്കണം. ഒന്നുകൂടെ പറയുന്നു, എങ്ങനെ കേൾക്കണം. ഞാനത് പ്രസംഗിക്കാവേ, പിന്നീട് സമയം കിട്ടുമ്പോൾ പ്രസംഗിക്കും. ഇപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ആ വാക്യം വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഇത് 2ഉം ഇമ്പോർട്ടൻ്റാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേൾക്കണം. യൂത്തിക്കോസ് വചനം കേട്ടു. എങ്ങനെ കേട്ടു? യൂത്തിക്കോസിനെ അറിയോ? ആരായിരുന്നു? ആരാന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പുള്ളിനെ എവിടെയാണ് പരിചയപ്പെട്ടിരിക്കുന്നത്? ഏത് പുസ്തകത്തിലാണ് പരിചയപ്പെട്ടിരിക്കുന്നത് അറിയോ? അപ്പോസ്തല പ്രവൃത്തി പരിചയപ്പെട്ടിട്ടുണ്ട്. യൂത്തിക്കോസ് കേട്ടിട്ടുണ്ടോ? യൂത്തിക്കോസിനെ അറിയാത്ത ആരെല്ലാം ഉണ്ടോ? എംബോഷിഷൻ തരും. യൂത്തിക്കോസ് കനകൻ കാരാഗര പ്രമാണിയൊന്നുമല്ല. അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസിൻ്റെ പ്രസംഗം ഒരു ചർച്ച പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അതിനകത്ത് കേട്ട ഒരു മനുഷ്യനാണ് യൂത്തിക്കോസ്. പുള്ളി എവിടെ ഇരുന്ന് കേട്ടെന്നറിയോ? ഈ വിൻഡോയുടെ അടുത്തിരുന്ന് കേട്ട് പുള്ളി അവിടെ കേട്ടിരുന്ന് ഗ്ലോറിയൊക്കെ പറഞ്ഞ് അവസാനം എന്ത് ചെയ്തു?
ഉറങ്ങിപ്പോയി. ഉറങ്ങിയിട്ട് എന്ത് ചെയ്തു? പൗലോസിൽ ഇവിടെ. അപ്പോൾ നിങ്ങൾ കേട്ടേ. അപ്പോൾ എങ്ങനെ കേൾക്കണമെന്ന് പറഞ്ഞാൽ നടുത്തിരിക്കുന്ന ആൾ തൊട്ടിട്ട് പറഞ്ഞു ഉറങ്ങാതെ കേൾക്കണമെന്ന് പറഞ്ഞേ. ഉറങ്ങാതെ കേൾക്കണം. കഴിഞ്ഞ ദിവസം നാട്ടിൽ കേട്ടോ, നാട്ടിൽ ഞാൻ ചർച്ചിൽ പറഞ്ഞു എല്ലാ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. നമ്മളൊരു 5 മിനിറ്റ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരച്ഛനൊന്ന് ഭയങ്കര ഉറക്കം. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ പിന്നെ പേഴ്സണലി ഒന്നും ചോദിച്ചില്ല, പരസ്യമായിട്ടൊന്നും ചോദിച്ചു. ഞാൻ വ്യക്തിപരമായിട്ട് ചോദിച്ചു, അച്ഛാ എന്നാ അച്ഛാ കണ്ണടച്ചങ്ങി ഇരുന്ന് ഉറങ്ങുന്നത് കണ്ടിട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു അത് പാഷൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു. പാഷ കണ്ണടച്ചോ പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് പാഷ ഒന്ന് പറയണ്ടായിരുന്നു കണ്ണ് തുറന്നോളാൻ. ഞാൻ ഉറങ്ങിയതിൻ്റെ ഉത്തരവാദിത്വം ആരാണ്? അത് പാഷൻ്റെ കുഴപ്പമാണ്. പാഷ് പറയാഞ്ഞിട്ട്, നമ്മുടെ കോട്ടയത്തുള്ള ഷായിച്ചാൻ പറഞ്ഞ കാര്യമാണ്. പാഷ് പറയാഞ്ഞിട്ട് ഞാൻ കണ്ണ് തുറക്കാൻ. അപ്പം ഒന്ന് ചേർന്ന് പറഞ്ഞു എങ്ങനെ കേൾക്കണം എന്നറിയാമോ? ഉറങ്ങാതെ കേൾക്കണം, ശ്രദ്ധയോടെ കേൾക്കണം. ഈ വർഷിപ്പിൻ്റെ സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന പിള്ളേരെല്ലാം വചന സമയത്ത് എന്ത് ചെയ്യുമെന്നറിയോ? ആക്റ്റീവാകും, ഭയങ്കരമായിട്ട് ചാടി എഴുന്നേക്കും. അവർക്ക് അന്നേരം ദാഹിക്കാൻ തുടങ്ങും, അവർക്ക് അന്നേരം വിശപ്പ് തുടങ്ങും, അന്നേരം അവർക്ക് തോണ്ടാൻ തുടങ്ങും. ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേൾക്കണം. അടോണേ മമ്മിയോട് പറഞ്ഞു വചനം ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറഞ്ഞേ. വചനം ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറഞ്ഞേ. ശ്രദ്ധിച്ച് കേൾക്കണം. വചനത്തെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് കേൾക്കണം. എങ്ങനെ കേൾക്കണം? എങ്ങനെയാണ് കേൾക്കണ്ടേ? എങ്ങനെ കേൾക്കണം? ശ്രദ്ധിച്ച് കേൾക്കണം, ഉറങ്ങാതെ കേൾക്കണം. അടുത്തൊരു പോർഷനാണ് എന്ത് കേൾക്കണം. അതിനും ഇതിനകത്തുണ്ട്. വചനം എന്ത് കേൾക്കണം? വചനത്തെ നമ്മൾ കേൾക്കണം. വചനത്തിനകത്തുനിന്ന് നമ്മൾ കേൾക്കണം. വചനം എനിക്ക് നമ്മുടെ ശരീരത്തിന്. ചിലർ പറയുന്നത് കേട്ടല്ലോ 12, 1:30 ആകുമ്പോഴത്തേക്കിന് പറയും എനിക്ക് ഭയങ്കര ഷുഗർ പാസ്, എന്നെ വിറയ്ക്കാൻ തുടങ്ങുന്നു, എനിക്ക് ആഹാരം കഴിച്ചില്ലെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല. ആത്മീയ ആഹാരം കഴിക്കാതെ ജീവിക്കാൻ പറ്റുമോ? ആത്മീയ ആഹാരം കഴിക്കാതെ ജീവിക്കാമെന്ന് ബോധ്യമുള്ളവർ ആരാ ഇതിനകത്തുള്ളേ? പിശാച് നിന്നെ അങ്ങ് കുഴിച്ചിടും ആത്മീയ ആഹാരം കഴിച്ചില്ലെങ്കിൽ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, പിശാചിനോട് എതിർത്ത് നിൽക്കാൻ വചനത്തിനകത്ത് വചനത്തിൻ്റെ സത്യത്തെ മനസ്സിലാക്കുന്ന ദൈവമഹത്വത്തെ മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. വചനത്തെ കണ്ടെത്തി ഭക്ഷിക്കുക. ചേർന്ന് പറഞ്ഞേ, വചനത്തെ കണ്ടെത്തി ഭക്ഷിക്കുക. വചനമാണ് നിന്റെ അകത്ത് ജീവൻ നൽകുന്നത്. എങ്ങനെ കേൾക്കണം? അതവിടെ നിൽക്കട്ടെ. എന്ത് കേൾക്കണം? മാലിന്യമില്ലാത്ത ശുദ്ധമായ ദൈവവചനത്തെ എന്ത് ചെയ്യണം? കേൾക്കണം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കണം. അപ്പം നമ്മൾ വചനത്തെ നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ വേണ്ടി പോവുക. ആരും അശ്രദ്ധരായിട്ടിരിക്കരുത്. വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വെളിപ്പെടും. ദൈവമഹത്വം നമ്മുടെ നടുവിൽ ഇറങ്ങട്ടെ. കഴിഞ്ഞ 2-3 ദിവസമായി, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പ്രസംഗിച്ച ഒരു ഭാഗം ഇന്ന് പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിച്ച ആ ഭാഗത്തുനിന്ന് ഞാനിങ്ങ് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പ്രസംഗിച്ച അതിനൊരു ഹെഡിങ് ഇങ്ങനെയുണ്ടായിരുന്നു. ദാവീദ് ആരായിരുന്നു? ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ചേർന്ന് പറഞ്ഞ്, ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. നമ്മൾ കുറേ കാര്യങ്ങൾ ആ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചു, ആ ഭാഗത്ത് നമ്മൾ ധ്യാനിച്ചു. വചനത്തിൻ്റെ വ്യാപ്തി ഈ ദിവസങ്ങളിൽ നമ്മുടെ അകത്ത് വെളിപ്പെടണം. ഏത് മനുഷ്യനാണ് ജീവിക്കുന്നതെന്നറിയാമോ? അവൻ ആത്മീയ ആഹാരം ഭക്ഷിക്കുന്നവൻ്റെ ജീവിതത്തിനകത്ത് ഒരിക്കൽ പോലും എന്തെല്ലാം പ്രശ്നം വന്നാലും ക്ഷീണം വരത്തില്ല. ഈ മരുഭൂമിയിലെ യാത്ര ചെയ്യുന്ന ഒട്ടകത്തിൻ്റെ പ്രത്യേകത, ഇവൻ്റെ അകത്ത് ഇത് മുഴുവൻ അങ്ങ് സേവ് ചെയ്ത് വെച്ചിരിക്കുക. പ്രതിസന്ധിയുടെ നടുവിൽ അവന് ഏത് മരുഭൂമിയിലൂടെ പോയാലും, ഏത് ഉണങ്ങിയ കാലാവസ്ഥയിലൂടെ പോയാലും എന്ത് ചെയ്യണമെന്നറിയാമോ? അവൻ ക്ഷീണിച്ചു പോകത്തില്ല. പറഞ്ഞ് ഒരു ദിവസം വചനം ധ്യാനിച്ചില്ല എന്നും പറഞ്ഞ് നീ ക്ഷീണിച്ചു പോകാൻ ഇടയാകരുത്. കാരണം നിന്റെ അകം മുഴുവനും വചനം കൊണ്ട് നിറയപ്പെടണം, വചനത്താൽ നിറയപ്പെടണം. വചനം അകത്തുണ്ടോ നീ എങ്ങും പരാജയപ്പെട്ടു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, സ്തോത്രം. നമ്മൾ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നുള്ള വേർഡിൽ ദാവീദിനെ പറ്റിയാണ് നമ്മൾ കുറേ ദിവസങ്ങൾ, ദാവീദ് എന്നുള്ള ആ കഥാപാത്രത്തിനകത്തുനിന്ന് ചില ചിന്തകളാണ് ചില ദിവസങ്ങളായിട്ട് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. ആമേൻ, സ്തോത്രം. ദാവീദിൻ്റെ മേൽ ദൈവം രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഇശായിയുടെ വീട്ടിൽ വന്നിട്ട് ശമൂവേൽ പ്രവാചകൻ ദാവീദിനെ അഭിഷേകം ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ രാജാവായിട്ടാണ്. പക്ഷേ ദാവീദ് ആദ്യം ആരുടെ രാജാവായ മാറിയേ? ഒരു 400 പേരുടെ പേര് ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചത്. ആരായിരുന്നു ആ കൂട്ടർ? ആ കൂട്ടർ പറഞ്ഞേ, NHS ജോലിയുള്ളവർ ആയിരുന്നോ? HSCയിൽ ജോലിയുള്ളവർ, ഇവിടുത്തെ ബാങ്ക് ഉദ്യോഗസ്ഥർ. അവരുടെ ഭാഷ അല്ലായിരുന്നു. സ്തോത്രം. എന്തായിരുന്നു? അവരാരായിരുന്നു അറിയാമോ? കടമുള്ളവർ, ഞെരുക്കമുള്ളവർ,
സന്തുഷ്ടിയില്ലാത്ത, തൃപ്തിയില്ലാത്ത 3 കൂട്ടർ. 400 പേരെ ഡിവൈഡ് ചെയ്താൽ എങ്ങനെ കിട്ടും? കടമുള്ളവരുണ്ട്, ഞെരുക്കമുള്ളവരുണ്ട്, തൃപ്തിയില്ലാത്തവരുടെ. എന്ത് കേട്ടാലും തൃപ്തിയില്ല, ഒരു സന്തോഷമില്ല, ഒരു ആനന്ദമില്ല, ഒന്നുമില്ല. തൃപ്തിയോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്ത്. അപ്പം വചനത്തെ നമ്മൾ കേൾക്കാൻ വേണ്ടി പോകും. ഈ ഒരു കൂട്ടത്തിന് ലീഡർഷിപ്പിൽ നിൽക്കാൻ ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു. ദാവീദ് പറഞ്ഞില്ല, എന്നെ ദൈവം വിളിച്ചത് എങ്ങോട്ടാണ്? രാജാവായിട്ടാണ് വിളിച്ചത്, നിങ്ങളുടെ രാജാവായിരിക്കും, എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല. ചെറിയൊരു കൂട്ടം ദൈവം കൊടുത്തു. ആ കൂട്ടത്തെ ദാവീദ് വളരെ വിശ്വസ്തയോടുകൂടെ ദൈവം പരിപാലിച്ചു കഴിഞ്ഞപ്പോൾ 2 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ദൈവം ദാവീദിനെ അടുത്ത ഒരു പൊസിഷനിലേക്ക് മാറ്റി. 2 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. 2-ാം അധ്യായം 1-2 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ഞാൻ പറയുന്നു, ഒന്നും കൂടെ ആവർത്തിക്കുന്നു, ദൈവം ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തത് ഇസ്രായേലിലെ രാജാവായിട്ടാണ്. പക്ഷെ നീണ്ട വർഷക്കാലം ദൈവം ഏകദേശം ഒരു 16 വർഷത്തോളം ഈ 400 പേരുടെ ലീഡറായിരുന്നു. 16 വർഷത്തോളം 400 പേരുടെ ലീഡറായിരുന്നു. ആ 400 പേരെ ആരൊക്കെയാ? അയർലൻഡിൽ അങ്ങനെയുള്ള കൂട്ടരുണ്ടോ? ഉണ്ടോ? ഓക്കെ ആണോ? അയർലൻഡിൽ ആ കൂട്ടർ ആരെങ്കിലും ഉണ്ടോ? ഏതാ കൂട്ടര്? ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, ആ കൂട്ടർ അറിവില്ല. ഏറ്റവും അവസാനത്തെ ഒരു അതിനകത്ത് വേണമെങ്കിൽ ആക്കാം, സന്തുഷ്ടിയില്ലാത്തവർ. നോ, എല്ലാത്തിനകത്തും സന്തോഷത്തോടെ നിൽക്കുക. ചേർന്ന് പറഞ്ഞ എല്ലാത്തിനകത്തും സന്തോഷത്തോടു കൂടെ നിൽക്കുക. ഇതിനകത്ത് ദൈവം വിശ്വസ്തനായിട്ട് ദാവീദിനെ കണ്ടു കഴിഞ്ഞപ്പം ദാവീദിനെ അടുത്ത പൊസിഷനിലേക്ക് ദൈവം മാറ്റി. എന്താണെന്നറിയാം അടുത്ത പൊസിഷൻ? അനന്തരം ദാവീദ് യഹോവയോട്, ഞാൻ യഹൂദ നഗരങ്ങളിൽ ഒന്നിലേക്ക് ചെല്ലണമോ എന്ന് ചോദിച്ചതിന് യഹോവ എന്നോട് ചെല്ലുക എന്ന് കൽപ്പിച്ചു. ഞാൻ എവിടെ ചെല്ലേണ്ടു എന്ന് ദാവീദ് ചോദിച്ചതിന് ഹെബ്രോണിലേക്ക് പോകുക എന്ന് അരുളപ്പാടുണ്ടായി. അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നു. ആമേൻ, സ്തോത്രം. 4-ാമത്തെ വാക്യം വായിച്ചു. ഞാൻ അപ്പോൾ യഹൂദ പുരുഷന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യഹൂദാഗ്രഹത്തിൻ്റെ, ഇപ്പോഴും വിളിയിലെത്തിയിട്ടില്ല. നിങ്ങളെൻ്റെ കൂടെ കേട്ടെ, ഇപ്പോഴും ദൈവം വിളിച്ച വിളിയിലെത്തിയിട്ടില്ല രാജാവ്. ആരുടെ രാജാവായിട്ടാണ് ദൈവം വിളിച്ചേ? ഇസ്രായേൽ എന്ന് പറയുന്ന മുഴു രാജ്യത്തിൻ്റെ രാജാവായിട്ട്. നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയുടെ മുഴുവൻ രാജാവായിട്ടാണ് ദൈവം വിളിച്ചേ. ആദ്യം ദൈവം ദാവീദിനെ എന്ത് ചെയ്തു? ഒരു 400 പേരുടെ കൊച്ചുകൂട്ടത്തിൻ്റെ ലീഡറാക്കി മാറ്റി. ദൈവം അടുത്ത സ്റ്റെപ്പ് ഞാൻ ഈ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെയോ തമിഴ്നാടിൻ്റെയോ ആന്ധ്രയുടെയോ മാത്രം ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രം രാജാവാക്കി മാറ്റി. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ദൈവത്തിൽ നിന്നും എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ 1 വിശ്വസ്തനായിരിക്കുക, 2 ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ നമ്മൾ മറന്നു പോകരുത്. ചേർന്ന് പറഞ്ഞ വാഗ്ദത്തത്തെ എന്ത് ചെയ്യരുത്? നിങ്ങളെൻ്റെ കൂടെ ഇല്ല. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നൊരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനെ. എന്താ പേര് പറയാൻ കാരണം? അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മറക്കത്തില്ല. ചേർന്ന് സഭയോട് പറയാൻ കർത്താവ് എന്നോട് പറഞ്ഞൊരു ദൂത് ഞാൻ പറയാം. ദൈവത്തിന് വാക്ക് മാറ്റാൻ പറ്റത്തില്ല. ആമേൻ. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്, എൻ്റെ ദൈവം മനുഷ്യപുത്രനല്ല. മനുഷ്യനായിരുന്നെങ്കിൽ അവൻ വാക്ക് മാറിയേനെ, ഓഫറുകൾ തിരിച്ചെടുത്തേനെ. എന്നാൽ എൻ്റെ ദൈവം ആരല്ലെന്നറിയാമോ? മനുഷ്യനല്ല. നിന്നോട് പറഞ്ഞ വാക്ക് മറക്കത്തില്ല. വാക്ക് മാറാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് പകല കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞ്, ഞാൻ അവിശ്വസ്തനായിരുന്നപ്പോഴും ഞാൻ മാറിയപ്പോഴും എൻ്റെ ദൈവം എന്ത് ചെയ്തിട്ടില്ല? ഇപ്പോഴും അവൻ നിന്റെ പുറകെ നടക്കുന്നു. ഈ തിയോളജിയന്മാരുടെ, ബൈബിളിലെ പ്രമാണമല്ല, തിയോളജിയന്മാരുടെ ചിന്തയനുസരിച്ച് ഏറ്റവും കുറഞ്ഞത്, അത് ബൈബിളിൽ അവരെടുത്ത് പറയുന്നത്, ഒരാളുടെ കൂടെ 2 ദൂതന്മാരുണ്ടെന്ന്. അവിടെ കുറഞ്ഞത് 2 ദൂതന്മാർ ഒരാളുടെ കൂടെ ഉണ്ടെന്ന്. 2 ദൂതന്മാർ ഒരാൾക്കുണ്ടെന്ന്. അതിന് അവർ പറയുന്ന ഒരു വേർഡ്, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ ആ കല്ലറയ്ക്കൽ യേശുവിൻ്റെ തലക്കിലും കാൽക്കലുമായിട്ട് 2 ദൂതന്മാർ നിൽപ്പുണ്ടെന്ന്. ഏറ്റവും കുറഞ്ഞത് എത്ര പേരുണ്ട്? പോട്ടെ, നമുക്ക് ചുറ്റും ദൂതന്മാരുണ്ട്. ഏറ്റവും കുറഞ്ഞത് ജിംജോ ബ്രദർ, നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ടെന്നറിയാമോ? 2 ദൂതന്മാർ. ഒന്ന് ചേർന്ന് പറഞ്ഞ് 2 ദൂതന്മാരുണ്ട്.
എൻ്റെ കൂടെ എത്ര പേരുണ്ട്? എഗസ്കേൽ പ്രവചനമാണ്. പ്രവചന പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ദൈവത്തിൻ്റെ ഒരു ദൂതൻ അശൂർ പാളയത്തിൽ ഇറങ്ങിയപ്പോൾ എത്ര പേരെ നിഗ്രഹിച്ചെന്നറിയാമോ? എത്ര പേര്? ഒരു ദൂതൻ്റെ കപ്പാസിറ്റി, ഏറ്റവും കുറഞ്ഞ ഒരു ദൂതൻ്റെ കപ്പാസിറ്റി 1,85,000 പേരെ അശൂർ പാളയത്തിൽ ഒരു ദൂതൻ നിഗ്രഹിച്ചെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന 2 ദൂതൻ്റെ കപ്പാസിറ്റി നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. പ്രസംഗിക്കുന്നത് സഭയൊന്ന് മനസ്സിലാക്കിക്കേ. സിസ്റ്ററെ, നിങ്ങളുടെ കൂടെ കുറഞ്ഞത് 2 ദൂതന്മാരുണ്ടെന്ന്. ഒരു ദൂതന് 1,85,000 പേരെ ഒറ്റയടിക്ക് കൊല്ലാൻ പറ്റുമെങ്കിൽ ഏകദേശം 4 ലക്ഷത്തോളം അടുത്ത ആൾക്കാരെ ഏകദേശം 3.25 ലക്ഷത്തോളം പേരെ കൊല്ലാൻ 1 സെക്കൻഡ് കൊണ്ട് കൊന്നു തീർക്കാൻ പ്രാപ്തിയുള്ളവരാണ് ദൂതന്മാർ. പക്ഷേ ഇന്ന് ദൂതന്മാർ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ദൂതന്മാർ ഇന്ന് എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ അവർ നമ്മുടെ വാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നമുക്കൊരു ഡിസിഷൻ ഇല്ല. വാഗ്ദത്തം ചെയ്തവൻ ആരാണ്? പക്ഷെ നമ്മൾ പലപ്പോഴും വാഗ്ദത്തത്തിനകത്തൊന്ന് എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യും. പറഞ്ഞ് വാഗ്ദത്തത്തിനകത്തൊന്ന് മാറിപ്പോരോന്ന് പറഞ്ഞ വാക്കിനകത്തൊന്ന് മാറിപ്പോരോന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ആരോടും പറഞ്ഞില്ലെങ്കിലും മനസ്സിലൊന്ന് പറഞ്ഞ വാക്കിനകത്തൊന്ന്, വാഗ്ദത്തത്തിനകത്തൊന്ന് മാറിപ്പോകരുത്. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. നമ്മുടെ തങ്കുബ്രദറാണോ തോമസ് ബ്രദറാണോ പറഞ്ഞത് പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക്. അവരിൽ ഒരാൾ പറഞ്ഞൊരു വേർഡുണ്ട്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഭയങ്കര മിടുക്കന്മാരാണ്, നമ്മൾ ദൂതന്മാരെ പോലും പറ്റിച്ച് കളയും. ദൂതന്മാരെ പോലും പറ്റിക്കാൻ കഴിവുള്ളവരാണ് മലയാളികൾ. ചേർന്ന് പറഞ്ഞ് ദൂതന്മാരെ പോലും പറ്റിക്കോ? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു. എങ്ങനെ കേൾക്കണം? ഇവിടെ 2 പേര് മാത്രമേ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയവർ എത്ര പേരുണ്ട്? സ്വപ്നയും ജോബിയും 3 പേരാണ് ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. പക്ഷെ അവർ നല്ല കണ്ണും തുറന്നിരിക്കുന്നു. മറ്റവരെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ യൂത്ത് കോസിനെ പോലെ ഇങ്ങനെ ഏത് സമയത്തും വേണമെങ്കിൽ പിടിച്ചു എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ദേവദാസന്മാർ പറഞ്ഞ കാര്യം എന്നറിയാമോ? ദൈവം നമ്മുടെ മനസ്സിൽ പോലും നമ്മൾ ചിന്തിക്കുക. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിനോട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ബിയിലൂടെ ദൈവം വാഗ്ദത്തം പറഞ്ഞു. ഒരു ഉദാഹരണമാണ്, നീ അമേരിക്കയിൽ പോകും. ഞാൻ പറഞ്ഞ സംഭവിക്കട്ടെ അതൊക്കെ. നീ അമേരിക്കയിൽ പോകും. അങ്ങോട്ട് പോകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചപ്പോൾ തന്നെ ദൂതന്മാർ അവിടെ പോയി കാര്യങ്ങൾ എന്ത് ചെയ്യുമെന്നറിയോ? ക്രമീകരിക്കാൻ വേണ്ടി തുടങ്ങി. ദൂതന്മാർ അന്നേരം തന്നെ അടുത്ത ഏഞ്ചൽസിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. പക്ഷെ ബ്യൂല പറയുന്നതെന്നറിയോ? അത്രയും ദൂരമൊക്കെ പോകാൻ പാടാന്ന് പറഞ്ഞ് അവൾ എന്ത് ചെയ്യുന്നറിയോ? UK പോയി. ഈ ദൈവദാസന്മാർ പറഞ്ഞ് ദൂതന്മാരെ പോലും പറ്റിക്കാൻ കഴിവുള്ളവരാണ്. നമ്മൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ ദൂതന്മാർ എന്ത് ചെയ്യുന്നറിയാമോ? നമുക്ക് വേണ്ടി ആക്ടിവേറ്റ് ആകും, നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യും, നമുക്ക് വേണ്ടി വഴികൾ തുറക്കപ്പെടും, നമുക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ നമ്മുടെ സാഹചര്യം നോക്കിയിട്ട് എന്ത് ചെയ്യുന്നറിയോ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ അകത്തുനിന്ന് തലമുറകളെ തരും, സാറായിൽ നിനക്ക് വാഗ്ദത്ത സന്തതിയെ തരും. ദൂതന്മാർ അതിനുവേണ്ടി ആക്ടിവേറ്റ് ആയിട്ട് നിൽക്കുക, അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുക. അന്നേരമാണ് സാറ നോക്കിയപ്പം കണ്ടത്, തണ്ടടാ സ്തോത്രം, ഒരു സുന്ദരിയായ ഒരു പെങ്കൊച്ച് ഹാഗാർ. അവളെ ഭാര്യയാക്കി കൊടുത്താലോ? അത് സാറായിയുടെ ബുദ്ധിയാണ്. ഇന്ന് പകൽക്കാലം ചേർന്ന് പറഞ്ഞേ ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ നമ്മുടെ ബുദ്ധിക്കകത്ത് കാര്യങ്ങൾ നടക്കത്തില്ല. വാഗ്ദത്തം ചെയ്തവനിൽ നീ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. എബ്രായ ലേഖനത്തിനകത്തും റോമാ ലേഖനത്തിനകത്തും എഴുതിയിരിക്കുന്നു, വാഗ്ദത്തം ചെയ്തവനിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ നീ തയ്യാറായാൽ നിന്റെ ലൈഫിനകത്ത് നീ പോലും വിചാരിക്കാത്ത അസാധ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു തരും. വിശ്വസിക്കാമെങ്കിൽ ആ വായുകളെല്ലാം തുറന്ന് യേശുവിന് ആരാധന കൊടുത്താട്ടെ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ, ആമേൻ. റോമാലേഖനം 4-ാമത്തെ അധ്യായം 19, 20, 21 വാക്യങ്ങളൊന്ന് വായിച്ചാൽ. റോമാലേഖനം 4-ാം അധ്യായം 19, 20, 21 വാക്യങ്ങൾ. അബ്രഹാം ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം ചത്തുപോയത്, ജീവനില്ലാത്തത് അബ്രഹാമിന് മനസ്സിലായി. സാറായുടെ ഗർഭപാത്രവും നിർജീവത്വവും ഗ്രഹിച്ചിട്ടും എന്ത് ചെയ്തില്ല? വിശ്വാസത്തിൽ ചേർന്ന് പറഞ്ഞ വാഗ്ദത്തമുള്ളവൻ ക്ഷീണിക്കത്തില്ലെന്ന് പറഞ്ഞേ. വാഗ്ദത്തമുള്ളവൻ വിശ്വാസത്തിൽ വാഗ്ദത്തമുള്ളവൻ ക്ഷീണിച്ചു പോകത്തില്ല. പ്രാർത്ഥിച്ചു മടുത്തു പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പ്രാർത്ഥിച്ച് ശക്തിപ്പെടാൻ ഈ ദിവസങ്ങളിൽ ദൈവം ആലോചന പറയുന്നു. അയർലൻഡിൽ പ്രാർത്ഥിച്ച് ശക്തിപ്പെടുന്ന ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. കാരണം അബ്രഹാം വിശ്വസിച്ചത് അവൻ്റെ ശരീരത്തെയല്ല, അബ്രഹാം വിശ്വസിച്ചത് അവൻ്റെ ഭാര്യയുടെ ശരീരത്തെയല്ല, വാഗ്ദത്തത്തിൽ വിശ്വസിച്ചു.
ജീസസ്. ഞാൻ ഇതിനു മുമ്പ് പ്രസംഗിച്ചിരിക്കുന്നൊരു വേദഭാഗമുണ്ട്, പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ആ ഭാഗം ഓടി വരുന്നു. ജോസഫിനെ പറ്റി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ജോസഫ് തൻ്റെ മകനെ താൻ ഏറ്റവും കൂടുതൽ യാക്കോബ് സ്നേഹിച്ചൊരു മകനായിരുന്നു ജോസഫ്. ആമേൻ അല്ലേ? യാക്കോബ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചൊരു മകനായിരുന്നു ജോസഫ്. ആമേൻ, സ്തോത്രം. ആ ജോസഫിനെ അവൻ്റെ നല്ല സമയത്ത് നഷ്ടപ്പെട്ടു പോയി. അത് യാക്കോബിനെ ഏറ്റവും കൂടുതൽ വിഷമസ്ഥിതിയിൽ കൊണ്ടുവന്നു. യാക്കോബ് പിന്നെ വീട്ടിനകം, നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ പിന്നെ ബിസിനസ്സിൽ ശ്രദ്ധിച്ചിട്ടില്ല, പിന്നെ പള്ളി പോയാലും ചുമ്മാതെ പോയി ഇരുന്നിട്ട് പോരത്തേ ഉള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ കാലത്തിൽ പറഞ്ഞാൽ യാക്കോബ് ചുമ്മാ ജീവനുള്ളത് കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. താൻ എന്ത് പറ്റിയെന്നറിയാമോ? തൻ്റെ ഏറ്റവും പ്രിയ മകൻ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. മകനെ പോലും തിരിച്ചു കിട്ടത്തില്ലെന്ന് പറയുമ്പോഴും യാക്കോബ് ഇങ്ങനെ പ്രാർത്ഥനയിൽ ഇരിക്കുക. ഒരു മകനെ തിരിച്ചു കിട്ടത്തില്ലെന്ന് പറയുമ്പോൾ യാമേൻ, ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാക്കാണ്. ആമേൻ, അവൻ്റെ അടുക്കലേക്ക് ജോസഫ് വരിക. മകൻ മാത്രമല്ല വരുന്നത്, മകൻ്റെ അപ്പുറവും ഇപ്പുറവും 2 പിള്ളേരുമുണ്ട്. ആമേൻ, എഫ്രൈമും മനശ്ശയും കൂടെ ചേർന്ന് എന്ത് ചെയ്യാന്നറിയാമോ? ആമേൻ, ജോസഫിൻ്റെ കൈക്ക് പിടിച്ച് വരിക. അപ്പാ, നീ ഇപ്പോൾ ചോദിച്ചത് എൻ്റെ സ്വന്തം മകനെ കാണാൻ പറ്റത്തില്ലെന്ന്. പക്ഷെ ഇപ്പം യാക്കോബിൻ്റെ കണ്ണ് തുറന്ന് കണ്ടത് ആരെയാണെന്നറിയാമോ? മകനെ മാത്രമല്ല, മക്കളെയും കൂടെ കാണാൻ ദൈവം യാക്കോബിന് അവസരം കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വാസത്തോടെ പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് പരിഹാരമായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, നീ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി നിന്നിൽ വ്യാപരിക്കാൻ ദൈവശക്തിയുണ്ട്. നിങ്ങൾ വിശ്വസിച്ചേ, നിങ്ങളത് വിശ്വസിക്കുന്നു, വചനത്തെ വിശ്വസിക്കുന്നേ. ആമേൻ. യാക്കോബിനോട് ചോദിച്ചു, അച്ഛാ എന്താ അച്ഛാ? യാക്കോബിനോട് ചോദിച്ചേ, യാക്കോബ് നീ എന്തിനാ സങ്കടപ്പെടുന്നേ? യാക്കോബ് പറയും, എൻ്റെ മകൻ എനിക്ക് പോയി. ദൈവം തിരിച്ചു കൊടുത്തപ്പോൾ യാക്കോബിന് എന്താ തിരിച്ചു കൊടുത്തേ? മകനെ മാത്രമാണ് തിരിച്ചു കൊടുത്തേ. മകനെയും മകൻ്റെ പിള്ളേരെയും കൂടെ കൊണ്ട് മുമ്പിലോട്ട്. ഓയ്യോ, ആ അപ്പൻ്റെ സന്തോഷം കണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു ഈ 2025 ജൂലൈ മാസം സെലിബ്രേഷന്റെ ദിവസമാണ്. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെ, മണവാട്ടി ആഭരണങ്ങളാൽ തന്നെ അലങ്കരിക്കുന്നത് പോലെ, യാക്കോബ് സന്തോഷിച്ചതുപോലെ നിന്റെ ലൈഫിനകത്ത് സന്തോഷത്തെ കൊണ്ടുവരുന്ന സമയം. നിങ്ങൾക്ക് ആമേൻ പറയാമെങ്കിൽ ശബ്ദം ഉയർത്തി നിങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. ആ കരങ്ങളൊക്കെ ഉയർത്തിയ ആമേൻ പറഞ്ഞേ. ഹലോ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആമേ സിസ്റ്റർ, ദൈവം വഴി തുറക്കുമെന്ന് പറഞ്ഞാൽ നീ ക്ഷീണിച്ചു പോകരുത്. ആദ്യമേ ചാടി എഴുന്നേറ്റ് ആമേൻ പറയണം. കാരണം നിന്റെ മുമ്പിൽ വഴി അടഞ്ഞു കിടക്കുക. നീ ആദ്യമേ ആമേൻ പറഞ്ഞോണം. പിശാചിന് പോലും സങ്കടമായിക്കോണം. ആമേൻ, ദൈവത്തിനെ പോലും സംശയിപ്പിക്കുന്ന നിലയിൽ വേണം നീ നീക്കാൻ. ദൈവം വഴി തുറക്കുമെന്ന് പറഞ്ഞാൽ ആമേൻ തുറന്നവനല്ല ആദ്യം ആമേൻ പറയണ്ടേ. അടഞ്ഞു കിടക്കുന്ന ഒരു പ്രതീക്ഷയില്ലാത്തവൻ കയറുന്ന ദൈവത്തിന് ആമേൻ പറഞ്ഞോണം. അതാ വിശ്വാസത്തിൽ ക്ഷീണിക്കാത്തവന്റെ പ്രത്യേകത. നോക്കി, ഈ അബ്രഹാം എങ്ങനെ ആമേൻ പറയാൻ പറ്റുന്നേ? 19 വാക്യത്തിൽ പറഞ്ഞു, അബ്രഹാമിന്റെ ശരീരത്തിന്റെ അവസ്ഥ മനസ്സിലായി. ഇനി ഒരു കുഞ്ഞെന്ത് ചെയ്യത്തില്ല. സാറായിയുടെ ഗർഭപാത്രത്തിന്റെ അവസ്ഥയെ മനസ്സിലായി. ഇനി എനിക്ക് തലമുറ ഉണ്ടാകത്തില്ല. അതവൻ അറിഞ്ഞിട്ടും അവൻ എന്ത് ചെയ്തില്ല. ആ വാക്കിന് പകൽ ഇതിനകത്ത് പറയുന്നു, ക്ഷീണിക്കരുത്. ഞാൻ ആവർത്തിച്ചു പറയാം, ഇതിനകത്ത് അബ്രഹാം ഉണ്ടെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാൽ ആദ്യം ആരാമേൻ പറയുമെന്നറിയാമോ? അബ്രഹാം ചാടി എഴുന്നേറ്റ് കൈയടിച്ചിട്ട് പറയും, എനിക്ക് ആ ദൈവത്തിൽ വിശ്വാസമാണ്, എനിക്ക് ആ വാഗ്ദത്തം ചെയ്തവനിൽ വിശ്വാസമാണ്. എന്റെ ദൈവം എനിക്ക് വേണ്ടി. ഹല്ലേലൂയ. 20 വാക്യം, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ. ദൈവത്തിൽ സംശയമുണ്ടോ? ദൈവത്തിൽ വിശ്വസിക്കുന്നോ? പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്നു അവിശ്വാസത്തിൻ്റെ പ്രത്യേകത സംശയം കൊണ്ടുവരും. എൻ്റെ കൂടെ ഇല്ല. അവിശ്വാസം സംശയം കൊണ്ടുവരും. അവിശ്വാസം ചേർന്ന് പറഞ്ഞ ആ വാക്കെന്ന് പറഞ്ഞാൽ അവിശ്വാസം സംശയം കൊണ്ടുവരും. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് സംശയം. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാമോ? വിശ്വാസത്താൽ ശക്തിപ്പെടണം. സംശയിക്കാതെ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ ശക്തിപ്പെടണം. യാക്കോബിൻ്റെ ലേഖനം, അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വേടുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഈ വേക്കുകളെല്ലാം പറയുന്നത്. യാക്കോബിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം.
എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. അപ്പം ദൈവത്തോട് ചോദിക്കുന്നവൻ എന്ത് ചെയ്യണം? അല്ലല്ല, വിശ്വാസത്തോടെ യാചിക്കണം എന്നല്ല. ആദ്യം ഒരു വാക്ക് പറഞ്ഞു, സംശയിക്കരുത്. സംശയം അവിശ്വാസത്തെ കൊണ്ടുവരും. ഇത് ഞാൻ എന്താ പറയുന്നേ? സംശയിക്കരുത്. ഇന്ന് പറഞ്ഞ വാക്കിനകത്ത് അങ്ങ് വിശ്വസിക്കുക. നമ്മളെ തന്നെ അങ്ങ് ശാസിച്ചോണം. നിന്റെ അകത്തോട്ട് ഈ പൗലോസ്ലീഹ പറയുന്നത് പോലെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇച്ഛിക്കാത്ത തിന്മയെന്നൊക്കെ പറയുന്ന പോലെ ആമേൻ. വിനീഷ് ബ്രദറെ, നമ്മുടെ അകത്ത് സംശയിക്കത്തില്ല, ഞാൻ വിശ്വസിക്കുമെന്നൊക്കെ പറയുമ്പോഴും വ്യക്തിപരമായ ചില മേഖലകൾ കയറി വരുമ്പോൾ നമ്മളകത്ത് എന്ത് ചെയ്യുമെന്നറിയാമോ? സംശയം നമ്മുടെ അകത്ത് ഉടലെടുക്കും. അന്നേരം തന്നെ സംശയം ആ ഉടലെടുത്താൽ തന്നെ എന്ത് ചെയ്യണമെന്നറിയാമോ? അതിനെ അങ്ങ് ഇല്ലാതാക്കിക്കോണം. അതിനെ വളർത്തിയെടുക്കരുത്, അതിനെ അങ്ങ് ഞെരിച്ച് കളഞ്ഞോളൂ യേശുവിൻ്റെ നാമത്തിൽ. അതാ ഞാൻ ഇന്നലത്തെ കഴിഞ്ഞ ഞായറാഴ്ച പ്രസംഗിച്ച് ദാവീദ് രാജാവായപ്പോൾ, ദാവീദിൻ്റെ മേൽ അഭിഷേകം വീണപ്പോൾ ദാവീദ് ആദ്യം ചെയ്ത് എന്താണെന്നറിയാമോ? അവൻ്റെ നേരെ വന്ന അറ്റാക്കിനെ, രാജ്യത്തിന് നേരെയല്ല ദാവീദിന് നേരെ വന്ന സിംഹത്തെ ദാവീദ് എന്ത് ചെയ്തു? വലിച്ചു കീറിയതുപോലെ. ആമേൻ. റിജോ, നീ എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവം ചെയ്യുമെന്നും പറഞ്ഞ് ഉറപ്പാണ്. ഉറപ്പോടുകൂടി നമ്മൾ പുറത്തിറങ്ങും. സത്യമായി നഗ്നമായ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ അകത്ത് പിന്നെ എന്ത് കയറി വരും? അന്നേരം റിജോയുടെ അകത്തെ രാജാവ് എഴുന്നേക്കണം. അഭിഷേകം അന്നേരം തിളക്കണ്ടേ? അഭിഷേകം ഞാൻ ഒരു വാക്കുകൂടെ പറയുന്നു. എപ്പോഴാണ് അഭിഷേകം ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്? സഭാരാധനയിൽ കീബോർഡ് വെച്ച് ഒരു 120 ടെമ്പോ സ്പീഡിൽ റിതത്തിൻ്റെ സ്പീഡ് അടിക്കുമ്പോൾ അങ്ങോട്ട് കയറി നിന്നോട്ട് അന്യഭാഷ പറഞ്ഞ് കൈയടിച്ച് തുള്ളുന്നതല്ല യഥാർത്ഥ അഭിഷേകം. നിങ്ങൾ എന്നെ ഒന്നുകൂടെ കേട്ടേ, ആ വാക്കൊന്നുകൂടെ ഞാൻ പറയാം. അഭിഷേകത്തെ ടെസ്റ്റ് ചെയ്യുന്ന എവിടെയാ? ശ്രദ്ധിച്ചേച്ചി, അഭിഷേകത്തെ ടെസ്റ്റ് ചെയ്യുന്നത് ഞായറാഴ്ച സഭാരാധനയിൽ കയറി വന്നിട്ട് പാട്ടുകാർ കൂടെയുണ്ട്, ആട്ടക്കാർ കൂടെയുണ്ട്, കൈയടിച്ച് പാടുമ്പോൾ നിന്റെ പുറമേയുള്ള പരിപാടിയല്ല അഭിഷേകം. അഭിഷേകം നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് നീ ടെസ്റ്റ് ചെയ്ത് ജയിക്കണം. ഇതൊക്കെ നിങ്ങളിന്ന് കേട്ടതേ. ഷെഫി, നീ അങ്ങനെ ജയിക്കണം. ഞായറാഴ്ച വരുമ്പോഴല്ല അഭിഷേകത്തെ നിൽക്കണ്ടേ. ജോൺ ഭാഷ, നീ ഞായറാഴ്ചയല്ല അഭിഷേകത്തിന് വേണ്ടി കൊതിക്കണ്ടേ. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ഞായറാഴ്ച അങ്ങ് നഷ്ടമായി പോയി. ഞാൻ പറയുന്നു, നിന്നെ പോലെ സ്തോത്രം, ദൈവത്തിന് സങ്കടം വേറെ ആരുമില്ല. നിന്റെ അഭിഷേകത്തെ പുറത്തു കൊണ്ടുവരുന്നത് കേവലം 3 മണിക്കൂറുള്ള സഭാരാധനയിലല്ല, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്റെ മേൽ വീണിരിക്കുന്ന ഈ അഭിഷേകം ചിലതിനെ ജയിച്ചടക്കണം. സ്വീകരിക്കാമെങ്കിൽ അതിനൊക്കെ രാമൻ പറഞ്ഞ് സ്വീകരിച്ചേ. ഹല്ലേലൂയ. ബിനോച്ചായൻ്റെ മേലുള്ള വീണ അഭിഷേകത്തെ എങ്ങനെ കണ്ടറിയാം? ഞായറാഴ്ച ദിവസം കണ്ട് ഞാൻ നാട്ടിൽ പറയാറുണ്ട്, നിന്നെടുത്ത് നിന്ന് തുള്ളി മേളത്തെ ഷീറ്റൊക്കെ പൊക്കി ഞാൻ ആരാധിക്കുന്നവനാണ്, എനിക്ക് ആരാധന ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ആരാധന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവിടെയല്ല നിന്റെ അഭിഷേകത്തിൻ്റെ ശ്രേഷ്ഠത കാണണ്ടേ. ആരുമില്ലാതെ നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, നിന്റെ മുറിക്കകത്ത് നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, നിന്റെ മനസ്സിനെ പിശാച് കയറി തോണ്ടാൻ വരുമ്പോൾ, നിന്നോട് ദുരാലോചന പറഞ്ഞുകൊണ്ട് പൈശാചിക മണ്ഡലം നിന്റെ മേലെ അടുത്ത് വരുമ്പോൾ, നിന്റെ അകത്ത് കിടക്കുന്ന അഭിഷേകം പുറത്തു ചാടണം. നിങ്ങൾക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കും. ഞാൻ ഭയങ്കരമായ ദൈവസാന്നിധ്യത്തിൽ നിന്ന് പകൽ അനുഭവിച്ചോണ്ടാ പറയുന്നത്. ഇത് ചിലതിനോടുള്ള ദൂതാണ്. നമ്മുടെ അഭിഷേകം എപ്പം പുറത്തു വരണം? ബൈബിളിൽ എപ്പോഴാണ് അഭിഷേകം പുറത്തു വരുന്നേ? സഭാരാധനയിലോ? ഓക്കെ, നല്ലത്. പക്ഷേ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ 100 പ്രശ്നങ്ങൾ വന്നിട്ട് പ്രശ്നത്തിനകത്ത് കടന്ന് അമങ്ങിപ്പോയി ആ പ്രശ്നം നിന്റെ തലേ കയറിയിട്ട് ഞായറാഴ്ച വന്ന് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അത് പരാജയമാണ്. പ്രശ്നത്തെ ജയിക്കുന്നതായിരിക്കണം നമ്മുടെ മേൽ വീണിരിക്കുന്ന അഭിഷേകം. ഇന്ന് പകൽ പ്രതിസന്ധിയെ ജയിക്കുന്നതായിരിക്കണം നിന്റെ മേൽ വീണിരിക്കുന്ന അഭിഷേകം. ആമേൻ. നിന്നെ കാർന്നു നിന്നുന്ന, നിന്നെ അറ്റാക്ക് ചെയ്യുന്ന പ്രശ്നത്തെ, സംശയത്തെ പിടിച്ചടക്കുന്നതാണ് അഭിഷേകം. ആമേൻ. നിങ്ങളാരും എൻ്റെ കൂടെയുള്ള വേർഡിനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ പ്രസംഗിക്കും. ഈ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടത് സ്തോത്രം എല്ലാത്തിനും ആമേൻ പറയുന്ന, എല്ലാത്തിനും ആമേൻ ഓക്കെ ഗ്ലോറി പറയുന്ന ഒരു കൂട്ടത്തെ അല്ല. വചനം അതുപോലെ അകത്തോട്ട് കയറണം. വചനം അകത്ത് കയറിയിട്ട് വചനത്തിനകത്ത് ജീവിക്കണം. ഏത് പ്രതിസന്ധി വന്നാലും തൊടത്തില്ലെന്ന് പറയാൻ. ആമേൻ, ആമേൻ. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പറയുന്ന മുഴുവൻ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അറിയാവുന്ന എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ കേട്ടോ, നിങ്ങൾ കേട്ടോണേ. ഇപ്പോൾ എനിക്കൊന്ന് അമ്മച്ചിക്ക് ഒരു 80-85 വയസ്സുണ്ട്. പുള്ളിക്കാരത്തെ ഞങ്ങളെയൊക്കെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ അമ്മച്ചി ഒത്തിരി എഫക്റ്റ് എടുത്തിട്ടുണ്ട്. സരസു എന്ന് അമ്മച്ചിയുടെ പേര്. അമ്മച്ചിയുടെ ഭർത്താവ് ഞൊടിയിടയിൽ പെട്ടെന്ന് മരിച്ചുപോയി. വിവാഹം കഴിച്ചു വിട്ട് ഒരു മോടെ കുടുംബജീവിതം തകർന്നു പോയി.
അന്നേരമാണ് സ്തോത്രം, ഞാൻ പറഞ്ഞല്ലോ, വചനം പ്രസംഗിക്കുന്ന ഒരു മനുഷ്യൻ ആ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കെതിരെ വലിയ കൂടോത്രം വെച്ചിട്ടുണ്ട്, വലിയ ക്ഷുദ്രപ്രയോഗം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാം, നമുക്കിവിടെ ഒരു കുറച്ച് ദിവസങ്ങളിരുന്ന് പ്രാർത്ഥിക്കണം. നമുക്കത് ഇതെങ്ങാനും ഇവിടെ എങ്ങാനും ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ. ഞാനിപ്പം എനിക്ക് സിവിസേഷൻ നോക്കിയിട്ട് പറയാനും പറ്റുന്നില്ല. ആ ഇരിപ്പ് കണ്ടിട്ട് എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല. ഞാൻ നമ്മുടെ റിജോയോട് പറയും, റിജോ, നിൻ്റെ മുമ്പിൽ വഴിയൊന്നും തുറക്കാത്തതിൻ്റെ കാര്യം, നിനക്കെതിരെ ആരോ വലിയ സംഭവങ്ങളൊക്കെ, കൂടോത്രങ്ങൾ അതും ഇതുമെല്ലാം ഞാൻ ആരോ ചെയ്തു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, അഴിക്കണമെന്ന് പറഞ്ഞാൽ അവൾ എന്ത് ചെയ്യുമെന്നറിയാമോ, നമ്മൾ 2-3 ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ പോകാൻ നേരം അവൾക്ക് അവിടെ സാലറി അതിൻ്റെ അപ്പുറത്തുള്ളതും കടം മേടിച്ചിട്ട് തന്നു വിടും. പക്ഷേ ഈ അമ്മച്ചി അങ്ങനെയല്ലായിരുന്നു. ഈ അമ്മച്ചിയുടെ അകത്ത് വചനത്തിൻ്റെ ഭയങ്കര ശക്തി കിടപ്പുണ്ട്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, എനിക്ക് ഉപവസിക്കാനൊന്നും പറ്റത്തില്ല, പാഷ ഒരു കാര്യം ചെയ്യും. അമ്മച്ചി പാഷ പ്രാർത്ഥിച്ചിറങ്ങി പോകുമ്പോഴത്തേന് അമ്മച്ചി പുറകിലൂടെ പോയി കൂന്താലി എടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, വേഗം കുഴിച്ചെടുക്കാൻ പറഞ്ഞു. പാഷല്ലേ പറഞ്ഞ് എൻ്റെ പറമ്പിനകത്ത് ആരോണ്ട് എന്തോ അങ്ങനെയുള്ളതിനകത്തൊന്ന് എഴുന്നേക്കണം, അല്ലാതെ എന്തെങ്കിലും കേട്ട അന്നേരം ക്ഷീണിച്ച് കടന്ന് അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവൻ്റെ അകത്ത് അഭിഷേകം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ സംശയിക്കും. എന്നാൽ അഭിഷേകം ഉള്ളതിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം. ഞായറാഴ്ച വന്നിട്ട് ഇതൊക്കെ തല്ലിപ്പൊളിച്ചുകളെ, ഇതൊക്കെ വേണ്ടെന്നല്ല. ഞായറാഴ്ച ദിവസം വന്നിട്ട് ആരാധിക്കുന്ന ആരാധനയല്ല അഭിഷേകം. ജിൻജോ ബ്രദറെ, തിങ്കൾ തൊട്ട് ശനിയാഴ്ച വരെ നീ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നത്തെയും ജയിക്കാൻ പറ്റിയ ഞാൻ നിന്നെ നോക്കിക്കൊണ്ട് പറയാം, നീ ഒരു അഭിഷിക്തനാണ്. പ്രതിസന്ധിക്കകത്ത് നീ ജയിച്ചേ കയറണം. ഇതും ജോമ മാത്രമേ പ്രസംഗിക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ രാമേ പറഞ്ഞേ. സിവിൽ സിസ്റ്റർ, നിനക്ക് പ്രശ്നമുണ്ട്. ഞായറാഴ്ച അയ്യോ വല്ലപ്പോഴുമാണ് വരുന്നത്. ഒരു ഞായറാഴ്ച സിവിൽ സിസ്റ്റർ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയിലും വന്നില്ല, ഈ ആഴ്ച അങ്ങോട്ട് വന്നിട്ട് ഒന്നും നടക്കുന്നില്ല. പരീക്ഷ എൻ്റെ നമ്മൾ കോയർ ടീമുകളെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മുറിക്കകത്തൊന്ന് കണ്ടിട്ടേ പോകാവുള്ളൂ. അത് പെട്ടെന്ന് ഓർമ്മ വന്നോട് പറയുക, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം തരുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമായി പോയെന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ഞാൻ സിവിൽ സിസ്റ്ററിനോട് പറയാം, ദൈവം നിൻ്റെ മേലിരിക്കുന്ന അഭിഷേകം എന്ന് പറയുന്നത് 7ാമത്തെ ദിവസം ഓപ്പൺ ചെയ്യുന്നതല്ല. ഇന്ന് 1 മണിയാകുമ്പോൾ നമ്മുടെ മേലുള്ള അഭിഷേകത്തെ നമ്മൾ ക്ലോസ് ചെയ്യും, അടച്ച് പൂട്ടി വെക്കും. പിന്നെ അടുത്ത ഞായറാഴ്ച 10 മണിയാകാൻ നോക്കിയിരിക്കുക അതിനൊന്ന് തുറന്നു വിടാൻ. യേശുവിൻ്റെ നാമത്തിൽ അതല്ല ഞാൻ പ്രസംഗിക്കുന്ന അഭിഷേകം. തിങ്കളാഴ്ച നിന്റെ ജീവിതത്തിനകത്ത് വരുന്നത്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിനകത്ത് നിന്റെ വായിക്കകത്തുനിന്ന് വരുന്ന വാക്കിനെ പിടിച്ചടക്കാൻ, സ്തോത്രം, നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ പിടിച്ചടക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിന്റെ അഭിഷേകത്തെ സംശയിക്കും. ആമേൻ. അപ്പം സംശയം നിന്നെ കൊണ്ടുവരുന്നത് അത് പിശാചിൻ്റെ തന്ത്രമാണ്. സംശയം കൊണ്ടുവരുന്നത്. ഞായറാഴ്ച ദിവസം ഞാൻ എപ്പോഴും വിവാഹ ശുശ്രൂഷയെ പറയും, വിവാഹത്തിൻ്റെ അന്ന് ഭാര്യയും ഭർത്താവും നിൽക്കുന്നത് കൊണ്ട് എന്നെ ചിരിയും കളിയും, അയ്യോ ഇതുപോലെ ചിരിച്ച് ചിലവരിങ്ങനെ ഇരുന്ന 2 ദിവസത്തേന് പിന്നെ ഇതൊന്നും മാറത്തില്ല, ഇങ്ങനെ ഇരിക്കുക ഫുള്ള് 1000 ഫോട്ടോയ്ക്ക് ഇങ്ങനെ ഫോട്ടോ ചിരിച്ചിട്ട് അടുത്ത ദിവസത്തേന് ഇതൊന്നും നേരെയാകുന്നില്ല. മസാജ് ചെയ്ത് വേണം നേരെയാക്കാൻ. ഞാൻ പ്രസംഗിക്കുമ്പം പറയും, നീ ഇപ്പം ചിരിക്കാൻ പോകുന്ന കാര്യം എന്നാണെന്നറിയോ? നിറച്ച് വൈദികർ ഇവിടെ നിൽക്കുന്നു, തിരുമേനിമാർ നിൽക്കുന്നു, അല്ല സെൻട്രൽ പാസ്റ്റർമാർ നിൽക്കുന്നു, ഫോട്ടോഗ്രാഫേഴ്സ് നിൽക്കുന്നു, നിൻ്റെ ഫ്രണ്ട്സ് നിൽക്കുന്നു, ഒത്തിരി പേരുണ്ട്. നിനക്ക് ചിരിക്കാൻ വക ഒത്തിരി ഉണ്ട്. പക്ഷേ ചില മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്തോട്ട് കയറും. അവിടെ ഈ ചിരി കാണണം. ഈ കല്യാണ സ്റ്റേജിലെ ചിരി അവിടെയും കാണണം. അവിടെ ഫോട്ടോഗ്രാഫർ കാണത്തില്ല ചിരിക്കെന്ന് പറയാൻ, അവിടെ സന്തോഷിപ്പിക്കാൻ പാട്ടുകാർ കാണത്തില്ല. ജീവിതത്തിൻ്റെ ഏതു മേഖലയിലും ജോൺ ഭാഷ എന്താ ഞാനിന്ന് പ്രസംഗിക്കാൻ നിന്നത് അഭിഷേകത്തെ പറ്റി 1-2 വാക്ക് പറയാൻ വേണ്ടിയാ. ഏതു മേഖലയിലും ഈ അഭിഷേകം നിന്നെ ജയാളിയാക്കി മാറ്റും. ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകണോ? ദാവീദ് ആരായിരുന്നു? എന്ത് ശാന്തത! ഈ ശാന്തത ഞാൻ കണ്ടത് വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിനകത്താണ്. സ്വർഗത്തിൽ വലിയ, പിന്നെ കണ്ടത് നമ്മുടെ ചർച്ചിലാണ്. എന്തോ ഒരു ശാന്തതയാ. ഇവിടുത്തെ ഗാടയൊക്കെ നമ്മളെ പിടിച്ചു കഴിയുമ്പോഴത്തേന് നിൽക്കുന്ന പോലെ നിൽക്കുന്നത്, കൈയും കെട്ടി. ഹല്ലേലൂയ. സംശയിക്കുന്നവൻ, മോളെ വാക്യം നീട്ടേ, ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 6. എന്നാൽ 7ആയിരുന്നോ ആ വാക്യം? അത് തന്നെയായിരുന്നോ? സോറി, ഇയ്യോബല്ല, യാക്കോബ്. എനിക്ക് തെറ്റിപ്പോയി, സോറി. യാക്കോബ് 1:6. എന്നാൽ അവൻ സംശയിക്കാതെ വിശ്വാസത്തോടെ, അടുത്ത വാക്ക്, സംശയിക്കുന്നവൻ ആരാണ്? കാറ്റടിച്ചലയുന്ന
അതിൻ്റെ പ്രത്യേകത എന്നറിയോ? ഈ സംശയത്തോടെ വരുന്നതിൻ്റെ പ്രത്യേകത എന്നോ, ഭയങ്കര പൊങ്ങിയൊക്കെ വരും, പക്ഷേ എവിടെ കൊണ്ടോ തീരും, പിന്നെയും തിരിഞ്ഞു പോകും. കടൽ കാറ്റടിച്ച് അലയുന്ന അടുത്ത വാക്ക് പറയുന്നു, ഇങ്ങനെയുള്ളവൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്നും വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കും. ഇങ്ങനെയുള്ള മനുഷ്യൻ, എങ്ങനെയുള്ള മനുഷ്യൻ? സംശയിക്കുന്നവൻ, അവിശ്വാസത്തിനകത്ത് നിൽക്കുന്നവൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ ആരിൽ നിന്നും ഒന്നും പ്രാപിക്കരുത്. കർത്താവിൽ നിന്നും വല്ലതും ലഭിക്കുമെന്ന് എന്ത് ചെയ്യരുത്. എട്ടുണ്ടോ? അടുത്ത് പറയുന്നു, ഈ മനസ്സുള്ളവൻ അവന്റെ വഴികളിലൊക്കെ ആരാണ്? സ്ഥിരതയില്ലാത്തവനാണ്. ഇന്ന് പകൽക്കാലം സംശയങ്ങളെല്ലാം മാറണം. ദൈവത്തോടുള്ള സംശയം മാറണം. നീ സംശയിക്കരുത്. വാഗ്ദത്തത്തിനകത്ത് വിശ്വസിക്കണം. ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ വിശ്വസിക്കണം. അതിന് പോസിറ്റീവ് ഏത് രാത്രിയിൽ വിളിച്ചാലും അങ്ങനെ തന്നെ വിശ്വസിക്കണം. നിങ്ങളെൻ്റെ കൂടെ ഇല്ല. ഞാൻ ആ ഭാഗം നിർത്തി, ഒരു ദിവസം കൊണ്ട് ഞാൻ പ്രസംഗിക്കാം. യാക്കോബിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. യാക്കോബിൻ്റെ ഒരു പ്രത്യേകത, യാക്കോബ് എന്ത് ചെയ്യുമെന്നറിയാമോ? ഞാൻ പറഞ്ഞു, മോൻ്റെ മരണം നിമിത്തം അവൻ്റെ ചൈതന്യമൊക്കെ നഷ്ടപ്പെട്ട് അവനിങ്ങനെ ഒതുങ്ങി ജീവിച്ചവനാണ്. പക്ഷേ മോനെ കാണത്തില്ലെന്ന് ചിന്തിച്ചു. ഇപ്പോൾ ആരെ കണ്ടു? മോനെയും കണ്ടു, മോൻ്റെ മക്കളെയും കണ്ടു. അവരെ കൈയൊക്കെ പിണച്ച് വെച്ച് അനുഗ്രഹിക്കുന്നത് വായിച്ചിട്ടുണ്ടോ? പിണച്ച് വെച്ച് അനുഗ്രഹിച്ചു. അനുഗ്രഹത്തിന് ശേഷം യാക്കോബ് മരണശയ്യയിലാണേ. അനുഗ്രഹത്തിന് ശേഷം അവൻ മരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതെങ്ങനെയാണ് മരിച്ചെന്നറിയാമോ? യാക്കോബ് തൻ്റെ കാൽ കട്ടിലിന്മേൽ എടുത്തു വെച്ച് പിതാക്കന്മാരോടൊപ്പം ചേർന്നു. കുറേയും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എബ്രായ ലേഖനത്തിൽ ആ ഭാഗം പറയുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് ഉൽപ്പത്തി 49 അധ്യായം അവസാനത്തെ വാക്യം ഇപ്പം ഞാൻ പറഞ്ഞേ, എനിക്ക് വേഴ്സ് ഓർമ്മയില്ല, ഒടുവിലത്തെ വാക്യം. എന്നാൽ എബ്രായ ലേഖനത്തിൽ 11 അധ്യായത്തിൽ ഒരു വാക്ക് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. യാക്കോബിനെ പറ്റിയൊക്കെ എഴുതിയിരിക്കുക. ആമേൻ, സ്തോത്രം. 21 വാക്യം, 11 എബ്രായർ 11 അതല്ല, ഓക്കെ, ഈ വാക്യം എന്ന് വായിച്ചേ. യാക്കോബ് തൻ്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച തീർന്ന ശേഷം അവൻ കാൽ കട്ടിലിന്മേൽ എടുത്തു വെച്ചിട്ട് പ്രാണനെ വിട്ട് തൻ്റെ ഞാൻ പിതാക്കന്മാരെന്ന് പറഞ്ഞ ജനത്തോട് ചേർന്നു. ഓക്കെ, ഇനിയും എബ്രായ ലേഖനം 11 അധ്യായം 21 വാക്യം. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്ത് ജോസഫിൻ്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും, നിങ്ങൾ ചേർന്ന് ജോസഫിൻ്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിച്ചു. എങ്ങനെ അനുഗ്രഹിച്ചെന്നൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിനകത്തുണ്ട്. കൈ പിണച്ച് വെച്ച് അനുഗ്രഹിച്ചു. ഓക്കെ, അനുഗ്രഹിക്കുകയും അടുത്തത് തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും. ജോസഫിൻ്റെ മരണം കണ്ടോ? യാക്കോബിൻ്റെ മരണം കണ്ടോ? എങ്ങനെയാ മരിച്ചേ? വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. പഴയ നിയമത്തിൻ്റെ ഭാഗത്ത് പറഞ്ഞാൽ അവൻ കാല് കട്ടിലിൽ എടുത്തു വെച്ച് വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് അവൻ്റെ മരണത്തിലേക്ക് അവൻ കയറിപ്പോയി. എന്താ ഞാൻ ഈ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്നറിയാമോ? വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് യാക്കോബ് അവിടം വിട്ടുപോയെ. വചനം കേൾക്കാൻ തയ്യാറാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ വേട് ഞാൻ പറഞ്ഞു തീർക്കാം. നിങ്ങളൊന്ന് കേട്ടേ. എന്താണ് വടിയുടെ അറ്റത്തിൻ്റെ പ്രത്യേകത? ഞാൻ ആവർത്തിച്ച് ഈ സഭയിൽ പ്രസംഗിച്ചിട്ട് ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നോ? ആമേൻ. ഞാൻ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ദൈവം ഒരു ആലോചന പറഞ്ഞാൽ, നിങ്ങളോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ, ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? എനിക്ക് ഇതുപോലത്തെ 2-3 ഡയറി ഉണ്ട്, ചെറുതായിട്ട് 2-3 ഡയറി ഉണ്ട്. ഇതിനകത്ത് ഞാൻ എഴുതി വെക്കും. ആമേൻ, സ്തോത്രം. ചിലർ റെക്കോർഡ് ചെയ്ത് വെക്കും. ഒത്തിരി റെക്കോർഡുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്, ദൈവത്തിന് പറഞ്ഞ വാക്കുകളൊക്കെ. എന്നാൽ നിങ്ങൾ ഈ ഭാഗം കേട്ടെ. പഴയ നിയമ വിശുദ്ധന്മാർ ദൈവം അവരോട് അരുളി ചെയ്യുന്നതൊക്കെ അവരെഴുതി വെച്ചത് അവരുടെ കയ്യിലിരിക്കുന്ന 2025 പുതിയ ഡയറിയിലല്ല, അവരുടെ കയ്യിലിരിക്കുന്ന ഐപാഡിലല്ല, മൊബൈലിൽ സേവ് ചെയ്ത് വെക്കുകയല്ല സാധാരണ ചെയ്യുന്നത്. പിതാക്കന്മാർ എന്ത് ചെയ്യുമെന്നറിയാമോ? പിതാക്കന്മാർ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളും ദൈവം പറഞ്ഞ ആലോചനകളൊക്കെ എന്ത് ചെയ്യുമെന്നറിയാമോ? അവരുടെ കയ്യിൽ, വടി എന്ന് പറഞ്ഞത്
പ്രായമുള്ളവർ ഊന്നിക്കൊണ്ട് നടക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ ഗോത്രപിതാക്കന്മാർക്ക് വീട്ടിലെ കാരണവന്മാരുടെ കയ്യിൽ ഇന്ന് പഴയ നമ്മുടെ നാട്ടിലെ ഈ കൊട കുത്തിപ്പിടിച്ച് നടക്കുന്നത് പോലെ അവരുടെ കയ്യിലൊരു വടിയുണ്ട്. അത് പ്രായമുള്ളതുകൊണ്ട് കൊടുക്കുന്ന വടിയല്ല, അത് അവരുടെ അധികാരമാണ് വടി. എന്നിട്ട് ഈ വടി, ഇപ്പൊ യാക്കോബ് ഗോത്രപിതാവാണ്, യാക്കോബ് ആ മക്കളുടെ അപ്പനാണ്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ദൈവം കൊടുത്ത സകല വാഗ്ദത്തങ്ങളും ആമേൻ യാക്കോബ് എവിടെ എഴുതി വെക്കുന്നറിയാമോ? ഈ വടിയേൽ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. ഓരോരോ വാഗ്ദത്തങ്ങളും വടിയേൽ എഴുതുക. അവൻ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അവൻ്റെ വടി നോക്കും. എന്നിട്ട് പറയും, ദൈവമേ, ജോസഫിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ വാഗ്ദത്തമല്ലല്ലോ ഞാൻ കണ്ടേ, ജോസഫിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ വാഗ്ദത്തമല്ലല്ലോ ഞാൻ കണ്ടേ, അവൻ ജനിച്ചപ്പം പറഞ്ഞ ആലോചനയല്ലല്ലോ, അവൻ പൊടുന്നനെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊക്കെ ഓർത്ത് വടിയും പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, നിന്റെ ആയുഷ്കാലത്ത് ഈ വാഗ്ദത്തത്തെയാണോ നീ കൈ പിടിച്ചിരിക്കുന്നത്? അവൻ ഞാൻ വടി എന്നുള്ള പേര് മാറ്റുക. യാക്കോബേ, നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തെയാണോ നീ കൈ പിടിച്ചിരിക്കുന്നത്? നീ കണ്ണടയ്ക്കുന്നതിന് മുമ്പ്, നീ മരിക്കുന്നതിന് മുമ്പ് നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തെ ഞാൻ നിന്റെ കയ്യിൽ തരും. ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ വാ തുറന്ന് പറഞ്ഞ് അബ്രഹാമേ, യാക്കോബ് എങ്ങനെ മരിച്ചെന്ന് എഴുതിയിരിക്കുന്നേ? വടിയുടെ വാഗ്ദത്തത്തെ ചാരി ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞല്ല പറഞ്ഞേ. എന്നോട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്നും പറഞ്ഞ് ആ വാഗ്ദത്തത്തെ ചാരി യാക്കോബ് പ്രാണനെ വിട്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയാ, നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിൽ നീ സംശയിച്ചു പോകരുത്. സ്വന്തം മറ്റു മക്കള്, ആമേ, ജോസഫിന്റെ ജ്യേഷ്ഠന്മാര് ഒരിക്കൽ കൊണ്ടുവന്ന് കാണിച്ചില്ലേ അപ്പനെ? അപ്പൻ തയ്ച്ചു കൊടുത്ത ആ നീലയങ്കിയിൽ ഒരാടിനെ കൊന്നിട്ട് രക്തം മുഴുവൻ പറ്റിച്ചിട്ട് അപ്പനെ കൊണ്ട് പറ്റിച്ച് പറഞ്ഞില്ലേ, അപ്പോ ഇത് നീ കൊടുത്ത വസ്ത്രമല്ലേ? അപ്പം പറഞ്ഞു, ശരിയാ, ഇത് ഞാൻ അവന് തയ്ച്ചു കൊടുത്ത വസ്ത്രമാ. നോക്കിക്കേ, രക്തം നോക്കിക്കേ. ഇന്നത്തെ പോലത്തെ രക്തസാമ്പിൾ എടുത്ത് അന്വേഷിക്കാൻ നല്ല ഹോസ്പിറ്റൽ ഇല്ലാഞ്ഞുകൊണ്ട് മനസ്സിലായില്ല അത് ഏതോ ആടിന്റെ രക്തമാണെന്ന്. അപ്പൻ വിശ്വസിച്ചു. ആരുടെ രക്തമാത്? ജോസഫിന്റെ രക്തമാ. അന്ന് തൊട്ടപ്പൻ നിരാശയാ. അപ്പൻ സങ്കടപ്പെട്ടിട്ട് നോക്കും. എന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിനകത്ത്, എന്നോട് പറഞ്ഞ ആലോചനയ്ക്കകത്ത് ഈ വടിയെ ജോസഫിന്റെ ഭാവിയെ പറ്റി എന്നോട് പറഞ്ഞതാണല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇന്ന് പകൽക്കാലം സകല ചോദ്യത്തിനുമുള്ള പരിഹാരം അപ്പന്റെ കണ്ണടയുന്നതിന് മുമ്പ് ഇന്ന് പകൽ ആമേ പറയാമെങ്കിൽ പറഞ്ഞു, സമയം തീരുന്നതിന് മുമ്പ്, കാലം കഴിയുന്നതിന് മുമ്പ് നിന്നോട് പറഞ്ഞത് സംഭവിക്കൂ. ഇത് വചനത്തിന്റെ ഉറപ്പാണ്. വാഗ്ദത്തത്തെ വിട്ടുകളയരുത്. ആമേൻ, ആമേൻ. ആമേൻ. ഉണ്ടോ? കയ്യിലുണ്ടോ? ഞാൻ പറഞ്ഞത് ദൈവം പറയുന്ന വാക്കുകളാ. നിന്നോട് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് പ്രവാചകൻ. പ്രവാചകൻ നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? നീ ദൈവത്തോട് പ്രാർത്ഥിച്ചോണം, സംശയിക്കരുത്. തലപോയാൽ സംശയിക്കരുത്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഈ 31 മുമ്പ് സെലിബ്രേഷൻ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 31 മുമ്പ് സെലിബ്രേഷൻ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ അകത്ത് നീ നിരാശപ്പെട്ടു പോകരുത്. കർത്താവ് എങ്ങനെ? നോ, എങ്ങനെയെന്നുള്ള ചോദ്യം നിനക്ക് വേണ്ട. എങ്ങനെയെന്നുള്ള ചോദ്യം നിനക്ക് വേണ്ട. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് പറയാൻ പറ്റുന്നവർ അക്കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞ്, എന്റെ ദൈവത്തെ എനിക്കറിയാം, എന്റെ ദൈവത്തെ എനിക്കറിയാം, എന്നോട് വാക്ക് പറഞ്ഞ കർത്താവ്. ആമേൻ, ആമേൻ. ഈ വചനത്തെ നീ കേട്ട് സൂക്ഷിച്ചോണം. ഇതിന് ഈ വചനത്തെ നീ മുറുകെ പിടിച്ചോണം. എനിക്ക് എൻ്റെ സമയം തീരുക. ആമേൻ. വേഗത്തിൽ ഞാൻ ഈ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. യാക്കോബ് എങ്ങനെയാ മരിച്ചേ? പറഞ്ഞേ, യാക്കോബ് എങ്ങനെയാ മരിച്ചേ? ചിലവരുടെ മരണം കാണുമ്പോൾ പറയത്തില്ല, അയ്യോ അവനൊന്നും പ്രാപിക്കാതെ, അവൻ്റെ മക്കളുടെ നന്മയൊന്നും കാണാതെ. യാക്കോബ് എങ്ങനെയാ മരിച്ചേ? ആ ജോസഫും മക്കളും ചെന്നില്ലായിരുന്നെങ്കിൽ യാക്കോബ് എന്ത് ചെയ്തേനെ? മരിച്ചേനെ. പക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദത്തം അവൻ്റെ ലൈഫിനകത്ത്
യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകല കരങ്ങളൊന്ന് ഉയർത്താമോ? കർത്താവേ, എന്നോട് പറഞ്ഞതെല്ലാം സംഭവിക്കും. നീ ആ വാഗ്ദത്തത്തെ ചാരിക്കണം. ഇപ്പം വടിയൊന്നും കയ്യിലില്ല, പക്ഷെ ചാരിക്കണം. നീ ആ വാഗ്ദത്തത്തെ ചാരിക്കണം. ആ വാഗ്ദത്തത്തെ നീ ചാരിക്കണം. വാഗ്ദത്തത്തെ നീ ചാരിക്കണം. നീ ചാരിക്കണം ആ വാഗ്ദത്തത്തെ. യേശുവിൻ്റെ നാമത്തിൽ അതിനെ കയറി പിടിച്ചോണം. അതിനെ നീ വിട്ടുകളയരുത്. അതിനെ വിട്ടുകളയരുത്. അതിനെ നീ വിട്ടുകളയരുത്. ഞാനിതിനെ വേണമെങ്കിൽ ഒന്നും കൂടെ ഒരു വാക്ക് നമ്മുടെ ദാവീദിനെ വെച്ചുകൊണ്ട് ഞാൻ ഒന്നും കൂടെ തെളിയിക്കാം. ദാവീദ് ശൗലിനെ കൊന്നു. ശൗലിനല്ലല്ലോ, ആരെയോ ദാവീദ് കല്ലെറിഞ്ഞ് ഗോലിയാത്തിനെ കൊന്നില്ലേ? എടാ, വലിയ പട്ടാളക്കാർക്ക് ജയിക്കാൻ പറ്റാഞ്ഞത് ദാവീദ് എന്ത് ചെയ്യുന്നറിയോ? ഒരൊറ്റ കല്ലുകൊണ്ട് ജയിച്ചു. നിങ്ങൾ നോക്കിയേ, ആ ദാവീദിനെ നിങ്ങൾ നോക്കിയേ. പാട്ട് പാടത്തില്ലേ ദാവീദ് തൻ്റെ പിള്ളേരുടെ യൂത്ത് BBC ഒരു പാട്ടുണ്ടല്ലോ, 5 കല്ലെടുത്ത് വെച്ച് പാഞ്ഞു വന്ന ഗോലിയത്തിനെ നെറ്റിക്കിട്ട് എറിഞ്ഞിട്ട് എന്ത് ചെയ്തു? അവൻ്റെ ബാഗിനകത്ത് എന്നൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞേ. ദാവീദിനെ നിങ്ങളൊന്ന് വർണ്ണിക്കാവോ? ദാവീദിനെ നിങ്ങളൊന്ന് കണ്ടേ, നിങ്ങളുടെ ഓർമ്മയിൽ ദാവീദിനെ ഒന്ന് വർണ്ണിച്ചേ, ബൈബിളിലേക്ക് നോക്കാതെ. അല്ലല്ല, അവൻ്റെ സൗന്ദര്യമൊന്നുമല്ല, ആ യുദ്ധഭൂമി നിൽക്കുന്ന ദാവീദിനെന്ന് പറഞ്ഞു. അവൻ്റെ കയ്യിൽ എന്നൊക്കെയുണ്ട്. അവൻ നിൽക്കുന്നു. അവനോട് പറഞ്ഞു, നീ ഡ്രസ്സ് വേണേൽ ഇട്ടോളം പറഞ്ഞു, പട്ടാള ഡ്രസ്സ്. അവൻ എന്ത് ചെയ്തു? വേണ്ടെന്ന് പറഞ്ഞു, എനിക്ക് ചേരത്തില്ലെന്ന് പറഞ്ഞു. അവൻ്റെ തോളിലൊരു സഞ്ചിയുണ്ട്, കണ്ടേ? ആ സഞ്ചിക്കകത്ത് എന്നൊക്കെയുണ്ട്? 5 കല്ലുമുണ്ട്. അവൻ കവണയുണ്ട്, കല്ലെടുത്ത് എറിയാനുള്ള കവണയുണ്ട്. ദാവീദ് എന്ത് ചെയ്തു? ജയിച്ചു. ആമേൻ. ഞാനും ഇതൊക്കെ തന്നെ. പക്ഷേ നമ്മുടെ പ്രത്യേകത, നമ്മളൊരു വാക്യം വായിച്ച് ഒരു പ്രത്യേക ഈ പരമപ്രധാനമുള്ള എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ അതിനെ നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്തു പോകും. പക്ഷെ എന്നോട് കർത്താവ് പറഞ്ഞു, ഒന്ന് വെയിറ്റ് ചെയ്തേ, അവിടെ ഒന്നും കൂടെ നിന്ന് വായിച്ചു നോക്കിയേ, ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയേ. ദാവീദിൻ്റെ കയ്യിൽ 5 കല്ലും കവണയും സഞ്ചിയും മാത്രമല്ല ഉണ്ടായിരുന്നേ. ആർക്കാ വാക്യം എടുക്കാൻ പറ്റുന്നേ? ആ വാക്യം ഒന്ന് എടുത്തു നോക്കിക്കോ. ഞാൻ പറഞ്ഞുതരാം. 2 ശമൂവേലിൻ്റെ പുസ്തകം തോന്നുന്നു, ഒന്ന് നോക്കിക്കോ. 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായം 39-40 നോക്കി. 1 ശമൂവേൽ 17 39 വായിച്ചേ. ശമൂവേൽ 17, 1 ശമൂവേൽ നമ്മളെ സ്ക്രീനിലിട്ടേ. 1 ശമൂവേൽ. പടയങ്കിമേൽ അവൻ്റെ വാളും കെട്ടി ദാവീദ് നടപ്പാൻ നോക്കി. അവന് ശീലമില്ലായിരുന്നു. ദാവീദ് ശൗലിനോട്, ഞാൻ ശീലിച്ചിട്ടില്ലായകയാൽ ഇവ ധരിച്ചുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൻ കൊടുത്ത വസ്ത്രമൊക്കെ മാറ്റിക്കളഞ്ഞു. എന്നിട്ട് ഇവിടെ ഞാനൊരു 10 വർഷമായിട്ട് സ്കിപ്പ് ചെയ്ത് കളഞ്ഞൊരു സാധനം അവൻ്റെ വടി. പിന്നെ അവൻ എന്ത് ചെയ്തു? ഈ ഒരു മേളത്തെ വരി കളഞ്ഞിട്ടാണ് മൊത്തം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച എന്നെ എവിടെയോ ഞാനൊന്ന് തിരുത്തുവെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ മൊത്തം പറഞ്ഞുകൊണ്ടിരുന്ന പപ്പ പ്രസംഗിക്കുമ്പോഴെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ദാവീദിൻ്റെ എന്നെ ഉണ്ടായിരുന്നു. ഗോലിയാത്തിനെതിരെ ചെല്ലുമ്പം 5 കല്ലും കവണയും. പക്ഷെ ഭയങ്കരമായ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, പിന്നെ അവൻ തൻ്റെ, ഞാൻ പറയാം, ഗോലിയാത്ത് എത്ര വലിപ്പമുള്ളവനാണേലും എത്ര ശക്തനാണെങ്കിലും, ഒന്നുകൂടെ പറഞ്ഞേ, ദാവീദ് അവൻ്റെ, ഇനി ഞാൻ ആ പറഞ്ഞ ആ വാക്കിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ദാവീദ് അവൻ്റെ വാഗ്ദത്തം കയ്യിലെടുത്തു. എന്നിട്ട് വാഗ്ദത്തവുമായിട്ട് ചെന്നാൽ ഗോലിയാത്ത് നിന്റെ മുമ്പിൽ കീഴടങ്ങും. വാഗ്ദത്തം നിന്റെ കയ്യിലുണ്ട്, ഒറ്റ കല്ല് മതി. നിങ്ങൾക്കിത് മനസ്സിലായെങ്കിലും ഒന്ന് ആമേൻ പറഞ്ഞു. ഒരു കല്ലുകൊണ്ട് മാത്രം കൊന്നെന്ന് പറഞ്ഞാണ് ഞാൻ കഴിഞ്ഞ 20 വർഷം ദൈവദിനത്തെ പ്രസംഗിച്ചത്. പക്ഷെ ഇപ്പോൾ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഒരു കല്ലുകൊണ്ട് മാത്രമല്ല ദാവീദ് ഗോലിയാത്തിനെ കൊന്നത്. ദാവീദിന് പിടുത്തം കിട്ടാൻ ദാവീദിനോടൊപ്പം നിന്ന വാഗ്ദത്തമുണ്ട്. വാഗ്ദത്തം കയ്യിലെടുക്കുന്നവൻ ക്ഷീണിച്ചു പോകത്തില്ല. സഭയാമേ പറയാമെങ്കിൽ പറഞ്ഞു. നീ കഴിക്കുന്ന മെഡിസിൻ കല്ല് മാത്രം പോരെന്ന് വാഗ്ദത്തം കൂടി ഉണ്ടോ? വാഗ്ദത്തം ഉണ്ടോ? വാഗ്ദത്തം ഉണ്ടോ? എല്ലാ കണ്ണുകളും അടച്ചേ. വാഗ്ദത്തം നിന്നെ വലിയവനാക്കും. ശരിയാണ്. നിന്റെ കയ്യിലിരിക്കുന്ന നിന്റെ
ആ ഒരു കാര്യത്തിന് നിൻ്റെ കയ്യിൽ പണം മാത്രം പോരാ. ഒരു വീട് വെക്കാൻ പണം മാത്രം പോരാ. പണം ഉള്ളവന് വീട് വെക്കാൻ പറ്റിയിട്ടില്ല. കർത്താവ് അനുവദിക്കണം. കർത്താവിൻ്റെ വാഗ്ദത്വം കൂടെ അതിനകത്തുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ, പെട്ടെന്നായിരിക്കും. ആമേ. ശരീരത്തിന് എന്തുമാത്രം ആരോഗ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാര്യങ്ങൾ സൗഖ്യമാകണമെങ്കിൽ കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കണം. ആമേൻ, ആമേൻ. അവൻ ഗിലെയാദിലെ നല്ല ഔഷധമാണ്, വൈദ്യനാണ്. ഇന്ന് പകൽ വാഗ്ദത്തത്തെ മാത്രം പിടിക്കേ. നിൻ്റെ ബാക്കിയൊക്കെ നീ ചെയ്തോ, അതിൻ്റെ പിന്നിൽ ട്രീറ്റ്മെൻറ്റിന് പൊക്കോ, അതിൻ്റെ പിന്നിൽ നിനക്ക് പറയാന്നിടത്ത് പറഞ്ഞു. പക്ഷേ ഈ വടി കളയരുത്, ഈ വടി കളയരുത്. വാഗ്ദത്തത്തെ പിടിച്ചോണം. നിന്നോട് ആ കാര്യത്തിനകത്തൊരു വാഗ്ദത്തം ഉണ്ടോ? നടക്കും. നീ പഠിച്ചു, പക്ഷെ വാഗ്ദത്തം കൂടെ ഉണ്ടെങ്കിൽ പഠിത്തത്തെ കവർ ചെയ്യുന്ന കൃപ, കവർ ചെയ്യുന്ന ചിലത് നിൻ്റെ മേൽ വീഴും. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചേ. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, വാഗ്ദത്തത്തിൻ സമയമാണ്. ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് ഒന്നുകൊണ്ട് പ്രാർത്ഥിച്ചേ. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. പറഞ്ഞു, എന്റെ വാഗ്ദത്തത്തിന്റെ സമയം അടുത്തു. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. ഒരിക്കൽ കൂടി പറഞ്ഞ, വാഗ്ദത്തത്തിൻ സമയമാണ്, വാഗ്ദത്തത്തിൻ സമയമാണിത്. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. നീ അവിശ്വസിക്കരുത്, നീ അവിശ്വസിക്കരുത്. നീ ജോമാനെ അവിശ്വസിക്കരുതെന്നല്ല, നീ അവിശ്വസിക്കരുത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരുമില്ലാതേകനാകുമ്പോ, മരണനിഴലിൻ ഭീതിയേറുമ്പോ, ആരുമില്ലാതെ. വാഗ്ദത്തങ്ങളൊക്കെ ഓർപ്പിക്കുന്ന കർത്താവ് മറന്നു കടന്നതിനെ ദൈവം ഓർപ്പിക്കുകയാ. മരണനിഴലിൻ ഭീതിയേറുമ്പോ, അസ്ഥി സൈന്യമായി എഴുന്നേൽക്കും. മഹത്വം ദേശത്തിൽ. ചിലർ അസ്ഥികൾ ജീവിക്കാൻ പോകുക. സൈന്യമായി അസ്ഥികൾ ജീവിക്കുന്നു. മഹത്വം ദേശത്തിൽ വിളങ്ങിയിടും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാ കണ്ണുകളും അടച്ച് ഒരു മിനിറ്റ്, എല്ലാ കണ്ണുകളും അടച്ച് നിങ്ങളുടെ ഇടത് കരം നെഞ്ചത്ത് വെച്ച് വാഗ്ദത്തത്തെ ചാരിക്കുന്നു. കണ്ണുകളടച്ചു. വാഗ്ദത്തത്തിൽ നിന്ന് ചാരിക്കേ. നിന്റെ കയ്യിൽ 5 കവണയുണ്ട്. ബാങ്കിൽ ക്യാഷുണ്ട്, ലോൺ സെറ്റായി, എല്ലാമായി. അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ ജോലിയുണ്ട്. അതുകൊണ്ട് നിനക്ക് ജയിക്കാൻ പറ്റത്തില്ല. ദാവീദിൻ്റെ കയ്യിൽ 5 കല്ലും കവണയും അല്ലുള്ള
ദാവീദിനോട് പറഞ്ഞ വാഗ്ദത്തം എഴുതി വെച്ച വടി അവൻ്റെ കൂടെയുണ്ട്, നീ പിടിച്ചോത്തെ. ലിയക്കുട്ടി, നീ ഒത്തെ പിടിച്ചോ. നിൻ്റെ കഴിവിൽ ദൈവം നിനക്കെല്ലാം ഉണ്ട്. പക്ഷെ ആ വാഗ്ദത്തത്തെ കൊണ്ട് പിടിച്ചോ. കർത്താവ് ഈ രാജ്യത്ത് വന്ന് കയറിയപ്പോൾ എന്നോട് പറഞ്ഞത് ഇന്നതാണ്. സ്വപ്നെ, നീ അത് പിടിച്ചോ. ദൈവം നിന്നോട് പറഞ്ഞത് ഇന്നതാണ്. ആമേൻ. സിസ്റ്ററെ, നീ പിടിച്ചോ അതിനെ. യാക്കോബ് ഇസ്രായേലായി മാറും. നീ മാറും. ഞാൻ ഈ 3 പേരുടെ പേര് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. യേശുവിൻ്റെ നാമത്തിൽ HCA അവർ സ്റ്റാഫ് നേഴ്സായി മാറും. വാഗ്ദത്തത്തെ പിടിച്ചോ. യേശുവിൻ്റെ നാമത്തിൽ നീ അതിനെ പിടിച്ചു. വിനീഷ് ബ്രദർ, നീ അതിനെ പിടിച്ചു. സംശയിക്കരുത്. നീ ജോമോനല്ല നിന്നോട് പറയുന്നേ, അല്ലെങ്കിൽ ഒരു വ്യക്തിയല്ല, X or Y, അവരാരുമല്ല. തമ്പുരാൻ പറഞ്ഞ വാഗ്ദത്തത്തെ പിടിച്ചോണം. അപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾക്ക് എന്തുമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ വാഗ്ദത്തത്തെ കളയരുത്. വാഗ്ദത്ത ബിനോച്ചെ കളയരുത്. സിബിച്ച ഹല്ലേലൂയ. രഞ്ജു ബ്രദറെ, നീ കളയരുത്. ഓ ലാബ സ്റ്റെഫി, കളയരുത്. വാഗ്ദത്തത്തെ പിടിച്ചോണം. കുഞ്ഞ് റിജോ, നീ എന്നെ പിടിച്ചോണം. ബിനോച്ച പിടിച്ചോണം. ആ കുടുംബമായിട്ട് പിടിച്ചോണം. പിതാക്കന്മാരെ, മാതാക്കളെ പിടിച്ചോണം. യാക്കോബ് പറഞ്ഞതുപോലെ പറ. ഈ വാഗ്ദത്തത്തെ നോക്കിയിട്ട് പറ, എല്ലാം നടന്നല്ലോ. യാക്കോബ് നോക്കോ, എല്ലാം നടന്നല്ലോ. അതിനകത്ത് ജോസഫിനെ പറ്റി എഴുതി വരുമ്പോൾ യാക്കോബിന്റെ ഹൃദയം തകരുക. കർത്താവേ, അടുത്ത കൈമാറാൻ, ജനത്തെ പുറത്തു കൊണ്ടുവരാൻ അവനെയാണല്ലോ അങ്ങ് ഉപയോഗിക്കുന്നത്. അതായിരുന്നല്ലോ എന്നോട് പറഞ്ഞ ദൂത്. പക്ഷെ എന്നോർത്ത് സങ്കടപ്പെട്ട യാക്കോബ് ഇരുന്നു. പക്ഷെ വിശ്വാസത്തിൽ നിന്നു. ആ വടിയ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചു. കൂടെ ആരുമില്ലെങ്കിലും യേശുവിനെ പിടിച്ചോണം. വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചോണം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. സെലിബ്രേഷൻ. പിതാവേ, ഒന്നിച്ച് ഈ വചനത്തെ ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുന്നു. ഈ വചനത്തെ ഇന്ന് പകൽ തുറന്നു വിടുകയാണ്. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത്, ഞങ്ങളുടെ ചിന്തകളിലെ, വിചാരങ്ങളിലെ വരുന്നിരിക്കുന്ന സംശയങ്ങൾ, അതിൻ്റെ പിന്നിലുണ്ടായിരിക്കുന്ന ഈ അവിശ്വാസങ്ങൾ, ഞങ്ങളെ നീ മാറ്റണമേ. അതിനെ നീ ശാസിക്കണേ. ശിഷ്യന്മാർ ആവർത്തിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ അവിശ്വാസത്തെ ഞങ്ങളെ ശാസിക്കണേ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളെ നീ ശാസിക്കണേ. അവിശ്വാസം മാറട്ടെ. ഞാൻ വാഗ്ദത്തത്തെ പിടിക്കുന്നു. ഈ രാജ്യത്ത് ജോമോനെ കൊണ്ടുവന്നപ്പോ ജോമോനോട് പറഞ്ഞ വാഗ്ദത്തമുണ്ട്. ഇസ്രായേലിന്റെ രാജാവാക്കാമെന്ന് ദാവീദിനോട് പറഞ്ഞ വാഗ്ദത്തമുണ്ട്. അവൻ മറന്നുപോയില്ല. 400 പേരുടെ ലീഡറായപ്പോഴും യഹൂദ ഗ്രഹത്തിന്റെ രാജാവായപ്പോഴും ദാവീദ് ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്നോട് പറഞ്ഞ വാഗ്ദത്തം. കർത്താവ് അതങ്ങനെ നടക്കട്ടെ. ഈ ജൂലൈ മാസത്തെ ആദ്യത്തെ ഞായറാഴ്ച നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നു, സകല കുടുംബത്തിനും ഉണ്ടാകാനുള്ള മഹാരക്ഷ എന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ സെലിബ്രേഷൻ, ആഘോഷം നടക്കട്ടെ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ.